കീഴുദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ അതൃപ്തിയുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി രാജിക്കില്ല. ധനമന്ത്രി തോമസ് ഐസക് അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് നിലപാട് മാറ്റം എന്നാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്കെതിരെ നടത്തിയ പരസ്യ ശകാരം കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് IAS ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. IAS അസോസിയേഷൻ ഭാരവാഹികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി SM വിജയാനന്ദനെ ശകാരിച്ചത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെയുള്ള പരാതിയിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തിയ അന്വേഷണം പരാമർശിച്ച മുഖ്യമന്ത്രി നിങ്ങളെന്താ സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണോ എന്ന് ചോദിച്ചു. ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചുള്ള ഈ ചോദ്യമാണ് ചീഫ് സെക്രട്ടറിയെ വിഷമിപ്പിച്ചത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ പ്രത്യേകമായി കണ്ട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ രാജിക്കൊരുക്കുന്ന വാർത്തകൾ SM വിജയാനന്ദ് നിഷേധിച്ചു. മാർച്ച് 17-ന് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കും. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ അതൃപ്തിയുള്ള ചീഫ് സെക്രട്ടറിയെ മന്ത്രിമാർ ഇടപെട്ട് സമാധാനിപ്പിച്ചിരുന്നു. ധനമന്ത്രി തോമസ് ഐസക് ഇന്നലെ തന്നെ വിജയാനന്ദനെ നേരിട്ട് കാണുകയും ചെയ്തു. എന്നാൽ ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി പരസ്യമായി ശകാരിച്ചത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. VS സർക്കാരിൻ്റെ കാലത്ത് ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ് രാജിവെച്ച സംഭവത്തിന് സമാനമാണിതെന്നും അവർ പറയുന്നു. വാർത്താസമ്മേളനത്തിൽ VS നടത്തിയ പരാമർശത്തെ തുടർന്നായിരുന്നു ലിസി ജേക്കബിൻ്റെ രാജി. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുടെ കാരണം IAS തലത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചുമതലയുള്ള IAS-കാർക്കെതിരെയാണ് ആക്ഷേപം നീളുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ കെ വിലയുള്ളോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, മാധ്യമപ്രവർത്തകൻ ജേക്കബ് തോമസ് എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ചെറിയൊരു ഇടവേള.